അപ്ഡേറ്റ്സ് കോർണറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കുറച്ച് ഓട്ടായിട്ടുള്ള അപ്ഡേറ്റ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അതെ, ഇപ്പോൾ വന്ന മേജർ ആയിട്ടുള്ള അപ്ഡേറ്റ് നമ്മുടെ ധനുഷ് 55, അത് നമ്മൾ അമരന്റെ ഡയറക്ടർ രാജ്കുമാർ പെരിസ്വാമി സംവിധാനം ചെയ്യുന്ന സിനിമയിൽ മമ്മൂക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് റോളിൽ എത്തുമെന്ന് പറയുന്നത് തന്നെയാണ്. കാരണം അവര് ടീം വന്നിട്ട് കഥ പറഞ്ഞു എന്നും പുള്ളി അത് ഇഷ്ടപ്പെട്ട് ഓക്കെ പറഞ്ഞു എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. പക്ഷേ പടത്തിന്റെ പ്രൊഡക്ഷൻ ടീം അതിന് ഒഴിഞ്ഞു. ഗോപുരം ഫിലിംസ് എന്നാണ് അവരുടെ പേര്. പകരം ഇപ്പോൾ വന്നിട്ടുള്ളത് RKFI ആണ്. കാരണം അവരെ തന്നെയാണല്ലോ അമരന്റെ പ്രൊഡക്ഷൻ ടീം. വണ്ടർ ബാറും കൂടിയിട്ടായിരിക്കും അത് ചെയ്യാം. വണ്ടർ ബാർ മിക്കവാറും ഫസ്റ്റ് കോപ്പി ബേസിസിലാണ് എടുക്കേണ്ടത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ മമ്മൂക്കയുടെ സാലറി 30 crores അടുത്തുണ്ട് എന്നാണ് പറഞ്ഞു കേട്ടത്. സിനിമയുടെ ബഡ്ജറ്റ് 150 മുകളിലാണ് വന്നിട്ടുള്ളത്. അപ്പൊ അതൊരു ബിഗ് ബഡ്ജറ്റ് ആയിരിക്കും. പിന്നെ മമ്മൂക്ക ധനുഷ് പറഞ്ഞ രണ്ടും പെർഫോമൻസിന്റെ കാര്യത്തിൽ നല്ലൊരു ഡയറക്ടർ, നല്ലൊരു പേരാണല്ലോ. ഫസ്റ്റ് പടം തന്നെ അത്ര സക്സസ് ആയിട്ട് 300 CR കയറിയ പടമാണല്ലോ. അപ്പൊ സായി പല്ലവി തന്നെയാണ് സിനിമയിൽ നായികയായിട്ട്. സായി പല്ലവിയുടെ കാര്യം പറയുമ്പോ രാമായണേന്ന് പെട്ടെന്ന് വന്ന് ഷൂട്ട് ചെയ്ത് പോവാണ് പുള്ളിക്കാരി. എന്തായാലും അത് വലിയൊരു അപ്ഡേറ്റ് തന്നെയാണ്. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ലോകേഷ് കനകരാജ് സാർ. അത് ഏതാ സിനിമ, ആരാ അഭിനയിക്കണമെന്ന് നമുക്കറിയാം. കൈദി അല്ല കൺഫേം. മറ്റേ അതൊരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ആയിരുന്നു. അത് പ്രീ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തുള്ളതിന്റെ സൂചനയാണ്. എന്തായാലും കൈതിറ്റു അല്ലെന്ന് കൺഫേം ആണ്. പക്ഷെ പുള്ളിക്കൊന്ന് അടുത്തൊരു പടം വന്നിട്ട് അല്ല, എനിക്ക് എന്ത് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കുറച്ച് ഫസ്റ്റ് ടയറിൽ നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ട് അല്ലാണ്ട് ഇത് അദ്ദേഹം കുറച്ച് പേര് വെച്ചിട്ട് അതിപ്പോ എന്താ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് സിനിമ സന്ദീപ് കിഷനൊക്കെ വെച്ചിട്ട് അപ്പോ അങ്ങനെ കുറച്ച് പേരെ വെച്ചിട്ട് ഒരു സിനിമ ഡയറക്ട് ചെയ്യാം. അദ്ദേഹത്തിന് ഇപ്പോഴുള്ള മുഴുവൻ ചീത്തപ്പേരും ഒരൊറ്റ സിനിമ കൊണ്ട് തീർത്തും ചെയ്താൽ മതി. അഭിനയിക്കാൻ ഇനിയിപ്പോ പുള്ളിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമൽഹാസനും ഉണ്ട്. അപ്പോ അടുത്തത് ലോക ചാപ്റ്റർ 2. ലോക ചാപ്റ്റർ 2 ലോക ഫസ്റ്റ് ഇറങ്ങിയപ്പോ തന്നെ നമ്മൾ ഒരു ടൈലന്റ് സിനിമയിൽ കണ്ടതാണ്. അപ്പൊ സിനിമയുടെ 2ാം ഭാഗം എന്നുള്ളത് അതൊക്കെ നമുക്ക് പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. പോരാത്തതിന് ഇപ്പോ അവര് ഒരു അതിൻ്റെതായിട്ടൊരു ഗ്ലിംസ് വരും ചെയ്തു. ദുൽഖറും ടോവിനോ തോമസും കൂടിയിട്ടുള്ളത്. ടോവിനോ തോമസ് ഹീറോ ആയിട്ടാണ് ലോക ചാപ്റ്റർ 2 വരുന്നത്. അപ്പോ ചാത്തന്മാർ വരും എന്ന് പറഞ്ഞിട്ടുള്ളതാണ് സംഗതി വന്നത്. അപ്പൊ അതിന്റെ റൈറ്റേഴ്സിൽ ഒരാളായിട്ടുള്ള ശാന്തി ബാലേന്ദ്രൻ അതിന്റെ റൈറ്റിംഗ് തുടങ്ങി എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ലോക മൊത്തം യൂണിവേഴ്സിന് ഒരു ഒറ്റ ഐഡിയും പിന്നെ ഓരോ സിനിമയ്ക്ക് ഓരോ സ്ക്രിപ്റ്റ് ഐഡിയ ഉണ്ടായിട്ടാണ് അത് ചെയ്യണത്. അപ്പൊ ഫുൾ സ്ക്രിപ്റ്റ് ആയിട്ട് പെട്ടെന്നേ ചെയ്ത് കഴിച്ചൊരു സിനിമയാണ് ശരിക്കും അത്. അപ്പോ ആ സിനിമയുടെ ഇനി വരുന്ന ബഡ്ജറ്റ്, ആ സിനിമയുടെ വാസ്റ്റ് ഒക്കെ വലുതായിരിക്കും മിക്കവാറും. അപ്പൊ വേഫെയറിനും ദുൽഖറിനെ സംബന്ധിച്ചിടത്തോളം അവര് കഴിഞ്ഞത് 30 എറിഞ്ഞ് 300 പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടിയും കൂട്ടാനാണ് 60 എറിഞ്ഞ് 600 പിടിക്കും. അപ്പൊ എന്തായാലും അന്ന് പറഞ്ഞ മാതിരി ചാത്തന്മാർ വരും, അവനും വരട്ടെ. അടുത്തത് നമ്മുടെ പറക്കും പപ്പൻ. നമ്മൾ തന്നെ മുമ്പ് പറഞ്ഞു പറക്കും പപ്പൻ ഷൂട്ട് തുടങ്ങാനായി എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആയിട്ടുണ്ട്. 2026 ഫെബ്രുവരിയിൽ പറക്കും പപ്പൻ്റെ ഷൂട്ട് തുടങ്ങും. അങ്ങനെ വിയാൻ വിഷ്ണുവിന്റെ ആ ഒരു ഫസ്റ്റ് ഫിലിം ആരംഭിക്കാൻ പോവുകയാണ്. മലയാളത്തിൽ വരുന്ന ഒരു സൂപ്പർ ഹീറോ ഫിലിമാണ്. അപ്പൊ അതൊരു ആദ്യം അനൗൺസ്മെന്റ് അടുത്ത സൂപ്പർ ഹീറോ ഫിലിം ആയിരുന്നു. അതൊരു കോമഡി, ഒരു ലോക്കൽ സൂപ്പർ ഹീറോ എന്നുള്ള ലെവലില് അത് രസമായിരിക്കട്ടെ. അതില് ദിലീപ് വരുമ്പോ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയാം. സൂപ്പർ ഹീറോ അത്ര നന്നായിട്ട് കോമഡി കൈകാര്യം ചെയ്യാറിയുന്ന ഒരാള് വരുമ്പോ ഉണ്ടാവുന്ന കാര്യം നമുക്ക് അറിയാം. ഇനി അടുത്തത് പൃഥ്വിരാജിന്റെ കാളിയൻ. ആ സിനിമ ഇത് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് മുന്നേ അനൗൺസ്മെന്റ് ചെയ്യും. എന്താ പറയാ, ഡിലേ വന്ന് ഇപ്പോ ലാസ്റ്റ് ഇപ്പൊ ബംഗ്ലാന്റെ ഇന്റർവ്യൂ കണ്ട സമയത്ത് പുള്ളി അതിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കിൽ ഇരിക്കണതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രീ പ്രൊഡക്ഷന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ സിനിമ ഫെബ്രുവരി സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ മഹേഷ് കുരുക്കളാണ് അതിന്റെ ഡയറക്ഷൻ. അപ്പൊ അതിന്റെ കംപ്ലീറ്റ് കാസ്റ്റും ഇതൊന്നും പുറത്തുവിട്ടിട്ടില്ല. അപ്പൊ അത് വലിയൊരു ബിഗ് ബഡ്ജറ്റ് വരുന്ന ഒരു പടമാണ്. അതുപോലെ തന്നെ ഒരു പീരിയോഡ് ടൈപ്പ് ഓഫ്. അതെ. അപ്പൊ ഇനി അടുത്തത് ഹീറ്റ് 2 എന്ന് പറഞ്ഞാൽ ഹീറ്റ് എന്ന് പറഞ്ഞാൽ മൈക്കിൾ മന്റെ വലിയൊരു ആക്ഷൻ ഫിലിം. അൽപാസിനോ, റോബർട്ട് ഡിനീറോ, വാൽ കിൽമറും ഒക്കെ കൂടിയിട്ട് അഭിനയിച്ച വളരെ വലിയൊരു സിനിമ. അത് ആ സിനിമ കണ്ട ആൾക്കാർക്ക് അറിയാം എത്ര വലിയ, അതൊരു ടോപ്പ് 10 ആക്ഷൻ ഫിലിംസിൽ ഒരെണ്ണാണ് ആ സംഗതി. അപ്പൊ ആ സിനിമയ്ക്ക് ഒരു രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റ് വരിക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു വാർത്തയാണ്. അപ്പൊ സിനിമയില് ക്രിസ്ത്യൻ ബേലും ലിയോനാർഡോ ഡികാപ്രിയോയും കൂടി അഭിനയിക്കുന്നതാണ് കേൾക്കണത്. അത് അൽപാസിനോ, റോബർട്ട് ഡിനീറോ പറഞ്ഞ മമ്മൂട്ടി മോഹൻലാൽ പോലെ ആയിരുന്നു അന്ന്. ഇപ്പോ ആക്ടിംഗ് പവർ ഹൗസസ് ആയിട്ടുള്ള 2 പേര് അത് റീപ്ലേസ് ചെയ്യാന്ന് പറയുമ്പോ അത് ഭയങ്കര രസമായിരിക്കും. ആക്ഷനും അത്രമേൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പടം കൂടിയാണ് അത്. ഇവർ 2 പേരും ആണെങ്കിൽ ഒട്ടൊട്ടും മോശമില്ലാത്ത 2 പേര്.
അപ്പൊ അത് ഭയങ്കര അപ്ഡേറ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. റീമേക്ക് ചെയ്തോടെ ചോദിച്ചിട്ടുള്ള പോസ്റ്റുകളൊക്കെ അതായത് ഇപ്പൊ നമ്മളെ കമലഹാസൻ രജനീകാന്ത് അതെ അതെ അതെ. അപ്പൊ ഈ സിനിമയുടെ 2ാം ഭാഗം വരിക എന്ന് പറയുമ്പോൾ അതൊരു പുതിയ ആക്ഷൻ എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ. അടുത്ത നമ്മുടെ സന്ദീപ് പ്രദീപിന്റെ അടുത്ത സിനിമ ഓൾറെഡി ഒരു എക്കോ എന്ന് പറഞ്ഞിട്ടൊരു പടം വന്നിട്ട് ഭയങ്കര ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പുള്ളി അതെ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ പുള്ളി സെലക്ട് ചെയ്യുന്ന ഫിലിംസ് അത്ര നല്ലപോലെ തന്നെ പുള്ളി ചെയ്യുന്നത്. അപ്പൊ ഇനി അടുത്ത സിനിമ ഏതായിരിക്കും നോക്കുമ്പോഴാണ് നമ്മുടെ ജോൺ ലൂതർ സിനിമയുടെ സംവിധായകനായിട്ട് ആയിരിക്കും അഭിജിത്ത് ജോസ്. അതെ അടുത്ത സിനിമ എന്ന് കേൾക്കുന്നുണ്ട്. അത് നമ്മുടെ വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് ആണ് എടുക്കുന്നത്. പ്രൊഡക്ഷൻ നമ്പർ 10 എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഒരു നല്ലൊരു പ്രൊഡക്ഷൻ ഹൗസ് ആണ്. പിന്നെ ജോൺ ലൂതർ അത്യാവശ്യം നല്ലൊരു സിനിമ തന്നെയായിരുന്നു കേട്ടോ. ഒരു 1 ടൈം വാച്ചബിൾ ഫിലിം ആയിരുന്നു. അപ്പൊ ആ ഒരു ജോണറിലൊക്കെ വരുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ഫിലിം. കാരണം ഒക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കി പുള്ളി നല്ലൊരു ആക്ടറാണ്. നല്ല രീതിക്ക് തന്നെ അഭിനയിക്കാൻ കഴിവുള്ള ഒരാളാണ്. അപ്പൊ നല്ലൊരു പടത്തിൽ പുള്ളിനെ കാണാൻ പറ്റട്ടെ. കാരണം ഇനി നമ്മള് വെയിറ്റിംഗ് ആണ് പുള്ളിയുടെ. അതെ അതെ അതെ. ഇനി അടുത്തത് ഒരു റിലീസാണ്. സൂര്യയുടെ 5 ഇറങ്ങിയതിനു ശേഷം ഇനി വരാൻ പോകുന്നത് അയണാണ്. സൂര്യയും കേവ്യാനന്ദും കൂടിയിട്ട് ജോയിൻ ചെയ്തതിൽ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്റർ എന്ന് പറയാൻ പറ്റിയൊരു സിനിമയാണ്. അത് ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ ആണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ സിനിമ കണ്ടിട്ട് സൂര്യയുടെ ആരാധകരായ ഒരുപാട് പേരുണ്ട്. പിന്നെ പുള്ളിയുടെ മ്യൂസിക് പിന്നെ പുള്ളിയുടെ കരിയറിൽ ഏറ്റവും ബെസ്റ്റ് കമേഴ്ഷ്യൽ ഫിലിം കൂടിയാണ്. അതെ അതെ. അത് അങ്ങനെ അങ്ങോട്ട് പുള്ളി ശുഭയാണ് അതിന്റെ റൈറ്റിംഗ്. സുരേഷ് ബാല 2 പേരും. പിന്നെ അതേമാതിരി കനൽ കണ്ണൻ മാസ്റ്റർ ആണ് സ്റ്റണ്ട്. പിന്നെ അതിന്റെ വിദേശത്തുള്ള സ്റ്റണ്ട് മാത്രം വേറെ ആളാണ് ചെയ്തിരിക്കുന്നത്. ബാക്കി അതേമാതിരി MS പ്രഭു ആണ് അതിന്റെ ക്യാമറ ചെയ്തിരിക്കുന്നത്. അപ്പോ അതായത് കേവ്യാനന്ദ് ഹിംസെൽഫ് ക്യാമറമാൻ. അപ്പൊ ഒരാളെ സെലക്ട് ചെയ്യുമ്പോൾ അത് എത്ര നല്ല ക്യാമറമാനെ സെലക്ട് ചെയ്യുള്ളൂ. അപ്പൊ അത് വലിയൊരു ഇവന്റ് ആയിരിക്കും. ആഘോഷിക്കാനുള്ളൊരു സംഭവമായിരിക്കട്ടെ എന്തായാലും.